വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൂമിലേക്ക് വെളിച്ചമൊക്കെ വരാൻ വേണ്ടിയിട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. ബെഡൊക്കെ ഒന്ന് ശരിയാക്കി ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി റൂട്ടീൻസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ. പിന്നെ ഞാൻ നേരെ പോവാൻ എൻ്റെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുമല്ലൊന്നും ആടിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കാഴ്ച നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഫാനിൻ്റെ മുകളിലായിട്ടൊരു പക്ഷി കൂടൊക്കെ കെട്ടി താമസിക്കുന്നുണ്ട് കേട്ടോ. മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ക്യാമറ വെച്ചിട്ട് ആ ഒരു മുട്ടയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൂട് പാറിപ്പോകുമെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫാൻ ഇടാറില്ല. ഒരു സമയമാകുമ്പോൾ അതങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. അത് മുട്ടയൊക്കെ വിരിഞ്ഞ് പിന്നെ പ്ലാന്റ്സിന് എപ്പോഴെങ്കിലൊക്കെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിക്കാം. ഞാൻ ദിവസവും കോൾഡ് കോഫി കുടിക്കുന്ന ശീലം നിർത്തിയിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ രാവിലെ ചായ കുടിക്കുന്ന ശീലം ഞാൻ ഒറ്റ മൈൻഡിൽ നിർത്തിയതായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ കുടിക്കാനൊന്നും തോന്നിയിട്ടേ ഇല്ല. ഞാൻ കുടിച്ചിട്ടും ഇല്ല കേട്ടോ. ഡയറി മിൽക്കും കഴിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ജേർണലിങ് ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു വിൻറ്റേജ് തീമിൽ കുറേ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു വിൻറ്റേജ് പേപ്പർ എടുത്തിട്ടുണ്ട്. ചായപ്പൊടിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഒരു കളറിൽ വന്നതാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പിൻട്രസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പേജ് ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് പേജ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ചെയ്യണത്. ഹോം മെയ്ഡ് സപ്ലൈസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, വിൻറ്റേജ് തീമിലുള്ളത്. പിന്നെ ഒരു കവായ് സ്റ്റിക്കർ വേണം, അത് മസ്റ്റാണ്. അതുണ്ടെങ്കിലാണ് കുറച്ചൊരു ക്യൂട്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ബ്രൗൺ തീമിൽ നോക്കിയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട്. 10 രൂപ ഉള്ളൂ കേട്ടോ ആ ഒരു കവറിന്. ഈ സപ്ലൈസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കളറും പേപ്പറും കാർഡ് സ്റ്റോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് ഇത് നമുക്ക് ഫസ്റ്റ് പേജ് ഞാൻ അതന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കാണിച്ചല്ലോ ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് വേണ്ടത്. പക്ഷെ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരു ഫ്ലവറോ അങ്ങനത്തെ ഒരു ഇലയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ മുകളിലൊരു കവായ് സ്റ്റിക്കറിൻ്റെ ഒരു പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് പേജ് ഭയങ്കര സിമ്പിളായിരുന്നു. പക്ഷേങ്കിൽ സെക്കൻഡ് പേജ് കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ചെയ്യുകയാണല്ലോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി ലാസ്റ്റ് ഒരു വിധം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ ഈ ഒരു ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യുക, സംഭവം പോലും എനിക്ക് അറിയില്ലേനു. പിന്നെ ഞാൻ ഓരോന്ന് കണ്ട് റീൽസൊക്കെ കണ്ട് വീഡിയോസൊക്കെ നോക്കിയിട്ട് പിന്നെ ചെയ്യാൻ തുടങ്ങി. ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. എനിക്ക് പറ്റിയ പണിയാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പം ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ക്രിസ്മസ് ചാനൽ എന്തായാലും ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ലുക്ക് ഞാൻ കുറച്ച് കവായ് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചെയ്ത് വന്നപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ രണ്ടും നല്ല സിമ്പിളായിരുന്നു, രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു വിൻറ്റേജ് ലുക്ക്. വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഐറ്റംസ് പരീക്ഷിച്ച് നോക്കുക, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാൻ പോണത് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാരിഗോൾഡിൻ്റെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കോഫി മിക്സിൽ എന്താ പറയുക ഡിപ്പാക്കിയിട്ട് ട്രയലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്രീം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിയപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നിങ്ങളെന്തായാലും അതും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. പിന്നെ സെക്കൻഡ് ലെയർ ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ബിസ്ക്കറ്റ് അതുപോലെ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെറ്റ് ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് എടുക്കാൻ എന്നോട് മറന്നുപോയി ഗൈസ്.
പിന്നെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിക്കണത് ഈ ഒരു കഴിക്കണ വീഡിയോസോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്കോ ഒന്നും എടുത്തിട്ടില്ല. എന്തായാലും പോട്ടെ, എന്തായാലും ഫൈനൽ ലുക്ക് വലിയ രസമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിച്ചു. അപ്പം പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉള്ളൊരു തട്ടിമല ഞാൻ ഈ ഒരു നെല്ലിക്ക കണ്ടു. അപ്പം ഞാൻ അതെടുത്തൊന്ന് കഴിച്ചിട്ടുണ്ട്. ഈ ഉപ്പിലിട്ടത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കാണൽ, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇനിയൊരു കൊറിയർ അൺബോക്സിങ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ. വിചാരിച്ചതിൽ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നത്. അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത്. രാത്രി പിന്നെ കുറച്ച് നേരം പഠിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ സിസ്റ്ററും കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഓളും ഞാനും കുറച്ച് നേരം അടി ഉണ്ടാക്കി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അവിടെ കാര്യമായിട്ട് പഠിപ്പൊന്നും നടക്കില്ല. പിന്നെ ഫുൾ അടിയൊക്കെ ഉണ്ടാക്കി സീനായി അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗ് അയച്ച് കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആൻഡ് ലൈക്ക്. ബൈ ബൈ.